നിങ്ങൾക്ക് ദൈവത്തെ കാണണമോ? എബ്രായർക്ക് എഴുതിയ ലേഖനം 12:14 ഇങ്ങനെ പറയുന്നു, ശുദ്ധീകരണം കൂടാതെ ആർക്കും കർത്താവിനെ കാണുവാൻ സാധിക്കത്തില്ല. അതെ, വിശുദ്ധി കൂടാതെ എൻ്റെ ദൈവത്തെ, യേശു ക്രിസ്തുവിനെ ആർക്കും കാണുവാൻ സാധിക്കത്തില്ല. എന്ന് പറഞ്ഞാൽ നമ്മൾ പാപത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ ദൈവത്തെ ഒരു നാളും കാണുവാൻ ഇടയാകത്തില്ല, ഒരു നാളും സാധിക്കത്തില്ല. അതിനൊരു വഴിയുണ്ട്. എന്താണ് വഴി? പാപങ്ങളെ ഏറ്റുപറഞ്ഞു ഉപേക്ഷിക്കുക. ലേവ്യ പുസ്തകം 20:7 ഇങ്ങനെ വായിക്കുന്നു, ആകയാൽ നിങ്ങൾ നിങ്ങളെ തന്നെ ശുദ്ധീകരിച്ച് വിശുദ്ധന്മാരായിരിക്കുവിൻ, ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു. നമ്മളെ തന്നെ ശുദ്ധീകരിക്കണം, പാപ സ്വഭാവങ്ങൾ വെടിയണം. അങ്ങനെയെങ്കിൽ കർത്താവ് പാപക്ഷമ നൽകുക തന്നെ ചെയ്യും. ഇന്ന് പകലിൽ നിങ്ങളുടെ ബന്ധങ്ങളെ ഒന്ന് പുനഃപരിശോധന ചെയ്താട്ടെ. ആരോടെങ്കിലും വിദ്വേഷമോ പിണക്കമോ വൈരാഗ്യമോ വെച്ച് പുലർത്തുന്നുണ്ടെങ്കിൽ അത് പാപമാകുന്നു. അതെ, കയ്പൊരു പാപമാകുന്നു. നിങ്ങളുടെ സഹോദരനോടോ സഹോദരിയോടോ മറ്റൊരു വ്യക്തിയോടോ പാപം കയ്പ് വെച്ച് പുലർത്തുന്നുണ്ടെങ്കിൽ അത് പാപമാകുന്നു. അതെ, അവരുമായിട്ട് ക്രമീകരണം പ്രാപിച്ചാട്ടെ, നിരപ്പ് പ്രാപിച്ചാട്ടെ. ദൈവം നിങ്ങളോട് ക്ഷമിക്കും. ദൈവത്തോട് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കേണ്ട പാപങ്ങളുണ്ടെങ്കിൽ ദൈവത്തോട് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കണം. ഇന്ന് പകലിൽ അവൻ പാപക്ഷമ നൽകി നമ്മളെ അനുഗ്രഹിക്കുന്ന ദൈവമാകുന്നു. അതെ, രഹസ്യ പാപത്തിനകത്ത് അടിമപ്പെട്ടിരിക്കുന്ന വ്യക്തികൾ ആരെങ്കിലും ഈ ശബ്ദം കേൾക്കുന്നുണ്ടോ? പരിശുദ്ധാത്മാവ് ഇന്ന് പകലിൽ നിങ്ങളെ കണ്ടിട്ടുണ്ട്. അതെ, നിങ്ങൾ നിങ്ങളുടെ സ്വന്തം കഴിവിൽ ആശ്രയിച്ച് അതിൽ നിന്നും പുറത്തു വരുവാൻ പല മാർഗങ്ങളും സ്വീകരിച്ചു കാണും. പക്ഷെ നിങ്ങൾ സാധിക്കാതിരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. പക്ഷെ പരിശുദ്ധാത്മാവ് ഇന്ന് പകലിൽ നിങ്ങളെ അതിൽ നിന്ന് പുറത്തു വരുവാൻ ബലപ്പെടുത്തും. അതുകൊണ്ടത്ര ഇന്ന് ഈ പ്രഭാതത്തിൽ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്നത്. പരിശുദ്ധാത്മാവ് നിങ്ങളെ ശക്തീകരിച്ചുകൊണ്ടിരിക്കുക. തൻ്റെ ഭക്തന്റെ ആഗ്രഹത്തെ മാനിക്കുന്ന ദൈവമാണ്. അതെ, ഇന്ന് പകലിൽ മാനസിക വിഷമത്തോടെ ആ പാപത്തിൽ നിന്നും പുറത്തു വരുവാൻ സാധിക്കാതെ ആരെങ്കിലും ഞരക്കത്തോടെ കേൾക്കുന്നുണ്ടോ? ഇന്ന് പകലിൽ ഈ സന്ദേശത്തിന് മുമ്പിൽ നിങ്ങളുടെ ഹൃദയത്തെ ഒന്ന് സമർപ്പിച്ചാട്ടെ. സ്വർഗത്തിലെ ദൈവം ക്ഷമാപണത്തെ തന്ന്, അതെ, നിങ്ങളുടെ കടും ചുമപ്പായിരിക്കുന്ന ഏത് പാപം പോലും ഹിമം പോലെ വെളുപ്പിക്കുന്ന യേശുവിൻ്റെ അരികിലേക്കാണ് നിങ്ങൾ അടുത്തു വന്നിരിക്കുന്നത്. അവൻ നിങ്ങൾക്ക് പാപക്ഷമ തന്ന് നിങ്ങളെ ദൈവം തൻ്റെ കൃപയാൽ നിറച്ച് കർത്താവ് ഈ ഭാഗ്യ പദവിയിലേക്ക് നിങ്ങളെ ഇന്ന് പ്രഭാതത്തിൽ കൊണ്ടുവരുവാൻ പോവുക. വിശ്വസിച്ചാട്ടെ. അതിൻ്റെ ലേവ്യ പുസ്തകം 20:8 ഇങ്ങനെ വായിക്കുന്നു, ഞാൻ നിങ്ങളെ ശുദ്ധീകരിക്കുന്ന യഹോവയാകുന്നു. ഇന്ന് പകലിൽ അതെ, കർത്താവ് നിങ്ങളെ ശുദ്ധീകരിക്കുന്നു. അതെ, നിങ്ങളുടെ ഹൃദയത്തെ അവൻ കണ്ടിരിക്കുന്നു. അവൻ എനിക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ യാഗമായി നമ്മുടെ പാപ പരിഹാരത്തിനായിട്ടാണ് നമ്മളെ ആ നിത്യതയ്ക്ക് അവകാശികളാക്കി തീർക്കുവാൻ വേണ്ടിയിട്ടാണ്. ഇന്ന് പകലിൽ അതെ, ദൈവം നിങ്ങളെ വിടുവിക്കുവാൻ പോകുന്നു. അതെ, ഇന്ന് പകലിൽ ഏൽപ്പിച്ചു കൊടുത്താട്ടെ. ദൈവത്തെ കാണണമോ? അതെ, ആയിരിക്കുന്ന പാപ സ്വഭാവം വിട്ട് കർത്താവിൻ്റെ അരികിലേക്ക് ഓടി വന്നാട്ടെ. നിങ്ങൾക്ക് ദൈവത്തെ കാണുവാൻ സാധിക്കും. പരിശുദ്ധാത്മാവ് അതെ, നിങ്ങളെ ഈ സന്ദേശത്താൽ ബലപ്പെടുത്തട്ടെ, ശക്തീകരിക്കട്ടെ. ഈ വചനത്താൽ ഏവരെയും സമൃദ്ധിയായി ധാരാളമായി അനുഗ്രഹിക്കട്ടെ.